ഹായ് ഹലോ ഐ എം നിഷ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഫ്ലൈ എങ്ങനെ നീറ്റായിട്ടും വളരെ ഫാസ്റ്റായിട്ടും പിടിപ്പിക്കാൻ നോക്കാം. അപ്പോൾ ഞാനിവിടെ ഫ്ലൈ 2 എടുത്തിട്ടുണ്ട്. ഇത് 2 ഇഞ്ച് വീതിയും 7.5 ഇഞ്ച് നീളമുള്ള 2 ഫ്ലൈ ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ പാൻറ് കട്ടിങ്ങിൻ്റെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഫ്ലൈയുടെ ലെങ്ത്ത് ഇതിൽ നിന്ന് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. ഞാൻ എടുക്കുമ്പോൾ കുറച്ച് വീതിക്കാണ് എടുക്കുന്നത്. അതേപോലെ കുറച്ച് നീളം കൂടുതൽ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ 7.5 ഇഞ്ച് ഇത് +1 സ്റ്റുഡൻറ്റിൻ്റെയാണ്. അപ്പോൾ നമ്മൾ കുട്ടികളുടെ ആകുമ്പോഴത്തേക്ക് അതിനനുസരിച്ച് കുറയ്ക്കുക കേട്ടോ. ഓരോരുത്തരുടെ ഇത് പ്രായം അനുസരിച്ചാണ് നമുക്ക് ഫ്ലൈയുടെ ലെങ്ത് ഒക്കെ കണക്കാക്കുന്നത്. പിന്നെ ശരീര പ്രകൃതി അനുസരിച്ചും കണക്കാക്കും കേട്ടോ. അപ്പോൾ നമ്മളിവിടെ 7.5 ഇഞ്ചും 2 ഇഞ്ച് വീതിയുള്ള 2 ഫ്ലൈ എടുത്ത് അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫ്രണ്ട് പോർഷൻ എടുക്കാം. ഫ്രണ്ട് പോർഷൻ എടുത്തിട്ട് നല്ല വശവും ഇതിൻ്റെ ഉൾവശമാണ്. നല്ല വശവും ചേർത്ത് വയ്ക്കാം. ചേർത്ത് വെച്ചിട്ട് നമ്മളിവിടെ മുകൾ ഭാഗത്തുനിന്ന് ബെൽറ്റിൻ്റെ ഭാഗം വരുന്ന ഭാഗത്തുനിന്ന് താഴേക്ക് 7 ഇഞ്ച് അടയാളപ്പെടുത്തുക. അതിനുശേഷം അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാനൊന്ന് അടയാളപ്പെടുത്തുക. ഇതേപോലെ ഒന്ന് അടയാളപ്പെടുത്തുക. അതിനുശേഷം നമുക്ക് ഈ ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നിവർത്തി വയ്ക്കാം. നിവർത്തി വെച്ചിട്ട് നമ്മളെപ്പോഴും ലെഫ്റ്റ് ഭാഗത്തെ പീസിൽ നിന്നാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. കാരണം ലെഫ്റ്റിൻ്റെ ഭാഗമാണ് നമുക്ക് മുകൾ ഭാഗമായിട്ട് വരുന്നത്. അപ്പോൾ ഈ പോർഷൻ വേണം നമുക്ക് ആദ്യം സ്റ്റിച്ച് ചെയ്യാൻ. അതിനുവേണ്ടി ആ ഭാഗത്തിൻ്റെ നല്ല വശം മുകളിൽ വരത്തക്ക വിധം ഇങ്ങനെ വെക്കുക. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഇങ്ങനെ വിടർത്തി വെക്കുക. അതിനുശേഷം നമ്മളൊരു ഫ്ലൈ എടുക്കുക. ഫ്ലൈ എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ തുമ്പുണ്ടല്ലോ, ഈ ഒരു സ്റ്റിച്ച് വന്നേക്കണല്ലേ, അതിനേക്കാളും ഒരു പോയിന്റ് മുന്നിലായിട്ട്, എന്നുവെച്ചാൽ തീരെ ചേർത്ത് വയ്ക്കരുതെന്ന്, അതിനേക്കാളും ഒരു പൊടിക്ക് മുകളിലേക്കാക്കി വരുന്ന രീതിയിൽ വയ്ക്കുക. കണ്ടോ, ചെറിയൊരു ഗ്യാപ്പ്. അതിനുശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ലോക്കിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാം. ഒരുപാട് തയ്യൽ തുമ്പ് വേണ്ട കേട്ടോ. നമ്മൾ ആ ഇൻ്റർലോക്ക് മൂടിപ്പോകുന്ന ഉള്ളിൽ വരുന്ന രീതിയിൽ തയ്യൽ തുമ്പിട്ടാൽ മതി. വയ്ക്കുമ്പോൾ നമ്മൾ സ്ട്രെയിറ്റായ ഭാഗമുണ്ട് ഇവിടെ വയ്ക്കുന്നത്. അതിനുശേഷം തിരിക്കുക. തിരിച്ചിട്ട് ആ ഭാഗത്തു കൂടി അതിൻ്റെ മുകളിൽ കൂടി ഒന്ന് പതിച്ചടിക്കുക. ഇനി നമുക്ക് സിബ് എടുത്തിട്ട് അതിൻ്റെ നല്ല വശം കമിഴ്ത്തി വയ്ക്കുക. കമിഴ്ത്തി വയ്ക്കുമ്പോൾ ഫ്ലൈയുടെ ഈ അടിഭാഗം ഉണ്ടല്ലോ, ഈ അടിഭാഗത്തിൻ്റെ ഉള്ളിൽ ഈ ഒരു സ്റ്റീലിൻ്റെ പോർഷൻ വരുന്നുണ്ടല്ലോ, അത് നമ്മൾ സ്റ്റിച്ചിൽ വരരുത്. അത് വരാതിരിക്കാൻ വേണ്ടി ഏകദേശം ഇങ്ങനെ എടുത്ത് വയ്ക്കുക. ഇത് പുറത്തേക്കും പോകരുത്, മുകളിലേക്കും കയറരുത്. ഇങ്ങനെ വെച്ച ശേഷം ഈ സൈഡിൽ കൂടി അല്ല, ഇപ്പുറത്തെ സൈഡിൽ കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഉള്ളിലേക്ക് മറിക്കുക. ആ ഫ്ലൈ മൊത്തം ഉള്ളിലേക്ക് മറിക്കുക. ഇനി നമുക്ക് നേരെ വയ്ക്കാം. നേരെ വെച്ചിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഫ്ലൈയുടെ ഫ്രണ്ടിൽ കൂടി വരുന്ന സ്റ്റിച്ച് ഉണ്ടല്ലോ, അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇപ്പോൾ കറക്റ്റ് അടിയിലത്തെ ആ പോർഷൻ, ഫ്ലൈയുടെ പോർഷൻ്റെ ഉള്ളിൽ വരത്തക്ക വിധം ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഉള്ളിൽ ആ വളഞ്ഞ പോർഷൻ വരുന്നില്ലേ, ആ ഭാഗം വരെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് മുകളിലത്തെ ഭാഗം ഉണ്ടല്ലോ, കറക്റ്റ് ലെവലാക്കി ഒന്ന് സിബിലൊന്ന് മാർക്ക് ചെയ്യണം. നമ്മൾ ആ ഒരു പോർഷനിൽ, റൈറ്റ് പോർഷനാണ് നമ്മൾ ഇനി സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റൈറ്റ് പോർഷനിൽ കറക്റ്റ് ആ ലെവലിൽ തന്നെ കിട്ടാൻ വേണ്ടി നമ്മൾ ആ ലെഫ്റ്റ് പോർഷനിൽ എവിടെയാണ് കറക്റ്റ് സ്റ്റിച്ച് തുടങ്ങിയിരിക്കുന്നത് ആ ഭാഗം ഒന്ന് മാർക്ക് ചെയ്യുക. ആ കറക്റ്റ് ലെവൽ മാർക്ക് ചെയ്തില്ലെങ്കിൽ കയറി ഇറങ്ങി പോവും. അപ്പോൾ നമുക്ക് ആ സിബ് ഇരിക്കുന്നതിൽ ഭംഗിയാവില്ല തയ്ച്ചു വരുമ്പോൾ.
അപ്പോൾ അത് കറക്റ്റ് നോക്കി തന്നെ മാർക്ക് ചെയ്യുക. സിബിൽ നമ്മൾ മാർക്ക് ചെയ്യണം. എന്നിട്ട് അവിടെ നിന്ന് വേണം നമ്മൾ താഴത്തെ ഭാഗം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ താഴെ സിബ് മാത്രം എടുത്ത് വെച്ച ശേഷം നമ്മുടെ റൈറ്റ് സൈഡിലെ പോർഷൻ ആ ഒരു ഇൻ്റർലോക്കിൻ്റെ ഭാഗം മാത്രം മടക്കി പിടിക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തില്ലേ, അതിൻ്റെ താഴെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക. കറക്റ്റ് ലെവലാണെന്ന് നമുക്ക് നോക്കണം കേട്ടോ. അതിനുശേഷം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ സിബിൻ്റെ സൈഡ് ഭാഗത്ത് തീരെ അടുത്തോട്ട് പോകണ്ട, സിബിൻ്റെ സെൻറ്ററിലേക്ക് അടുത്തോട്ട് പോകണ്ട, ഏകദേശം അതിൻ്റെ മിഡിലായിട്ട് വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ മടക്കുമ്പോൾ കൂടുതൽ മടങ്ങാതെ ആ ഒരു ഇൻ്റർലോക്കിൻ്റെ പോർഷൻ മാത്രം മടങ്ങുന്ന രീതിയിൽ മടക്കി കൊടുക്കുക. കറക്റ്റ് ഒരേ ലെവലിൽ തന്നെ നമ്മൾ ഏത് ലൈനിൽ കൂടിയാണോ മിഡിലിൽ കൂടിയാണെങ്കിൽ ആ മിഡിലിൽ കൂടി തന്നെ സ്റ്റിച്ച് ചെയ്ത് പോരുക. എന്നിട്ട് എവിടം വരെ നമുക്ക് ആ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അത്രയും വരെ സ്റ്റിച്ച് ചെയ്യാം. കാരണം ഞാനത് പറയണമെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ തുറന്നിങ്ങനെ പിടിച്ച് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ നമ്മുടെ ആ പ്രഷർ ഫുട്ട് എവിടം വരെ വരും അതുവരെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ലോക്ക് ചെയ്ത് എടുക്കുക. നമുക്ക് ഇത്രയും തയ്ച്ചപ്പോൾ തന്നെ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടിയിലത്തെ ഫ്ലൈ വയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ അടുത്ത ഫ്ലൈ എടുക്കുക. ഇത് നമുക്ക് അതിൻ്റെ സ്ട്രെയിറ്റായ ഭാഗം ഇതിൻ്റെ അടിഭാഗത്തായിട്ട് വയ്ക്കണം. അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത ആ ഭാഗത്തുണ്ടല്ലോ അതിൻ്റെ അടിയിൽ വരത്തക്ക വിധം വയ്ക്കുക. വയ്ക്കുമ്പോൾ നമ്മൾ തിരിച്ച് നോക്കണം കേട്ടോ, കറക്റ്റായിട്ട് അടിഭാഗത്ത് കറക്റ്റ് ലെവലിൽ വന്നിട്ടുണ്ടോയെന്ന്. അതേപോലെ തന്നെ ഈ ഫ്ലൈയുടെ അടിഭാഗം നമ്മൾ ഫ്രണ്ടിൽ സിബ് വെച്ചല്ലോ, ആ സിബ് അടിയിൽ കവർ ചെയ്യുന്ന രീതിയിൽ വേണം വയ്ക്കാൻ. കാരണം ഇത് നമ്മുടെ ശരീരത്തെ തൊടാൻ പാടില്ല. സിബിൻ്റെ ആ ഭാഗം നമ്മുടെ ശരീരത്തെ തൊടാതിരിക്കാനുള്ള രീതിയിൽ വേണം താഴത്തെ ഫ്ലൈ അത് കവർ ചെയ്ത് വേണം വയ്ക്കാൻ. അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മളത് കറക്റ്റ് ലെവലിൽ വെച്ചിട്ട് നേരെ നിവർത്തിയെടുക്കുക. അപ്പോൾ നമുക്ക് ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാണെങ്കിൽ ഒന്ന് പിന്നൊക്കെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നേരത്തെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ ആ ഭാഗത്ത് കൂടി തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് കറക്റ്റ് നിവർത്തി വയ്ക്കുക. എന്നിട്ട് നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്തില്ലേ ആ ഭാഗത്ത് നിന്ന് ഈ ഭാഗം വരെ ഒന്ന് ഇങ്ങനത്തെ യു ഷേപ്പിൽ തന്നെ നമ്മുടെ ആ ഫ്ലൈ വരുന്ന ആ ഷേപ്പിൽ തന്നെ ഒന്ന് വരയ്ക്കുക. വരച്ചിട്ട് ഏകദേശം ഇവിടെ നിന്ന് 1 ഇഞ്ച് മുകളിലേക്ക് അടയാളപ്പെടുത്തുക. ഏകദേശം 1 ഇഞ്ച് അടയാളപ്പെടുത്തുക. എന്നിട്ട് അവിടെ നിന്നും ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കുക. നിങ്ങൾക്കറിയാമല്ലോ പാൻറ്റിൻ്റെ ഫ്രണ്ടിലൊക്കെ എങ്ങനെയാണ് അടിക്കുന്നതെന്ന്. എന്നിട്ട് നമ്മൾ ആ നിർത്തി എടുത്ത് നിന്ന് തുടങ്ങാം. കണ്ടോ, നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഫ്ലൈ നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇത് എളുപ്പമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇങ്ങനെ തന്നെ ചെയ്തു നോക്കാം കേട്ടോ. താങ്ക് യു.